നിപ്പ വൈറസ് വീണ്ടും സ്ഥിരീകരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പുതിയ മന്ത്രിസഭയെക്കുറിച്ച് കുറച്ച് ആരോപണങ്ങളൊക്കെ പൊങ്ങി വന്നു. സ്വാഭാവികമായിട്ടും അത് അവരുടെ ഭാഗത്തും പോരായ്മകളുണ്ട്. പോരായ്മകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്ന് പറഞ്ഞത്, അതായത് ആദ്യം നിപ്പ വൈറസ് വന്ന സമയത്ത് ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയായിട്ടിരുന്ന സമയത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഈ സമയത്ത് പൊങ്ങി വന്നു. അപ്പം ഇത് സ്വാഭാവികമായിട്ടും മുരളീധരൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന CPM അല്ലെ പാർട്ടി അനുകൂലമായിട്ടുള്ളവർ കെട്ടിച്ചമച്ച് കൊണ്ടുവരുന്ന ഇതാണ്, അല്ലെങ്കിൽ ആരോപണം മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുകയാണ് എന്നാണ് പറയുന്നത്. അതായത് ഈ 10 വർഷം ഭരിച്ചിട്ടും തോറ്റുപോയതിൻ്റെ ചൊരുക്ക് തന്നോട് തീർക്കുന്നു എന്നാണ് പറയുന്നത്. അല്ലാതെ ഈ പറയുന്ന നിപ്പ എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നും അല്ലെന്നും അത് ഇപ്പോൾ വലിയ വ്യാപനമൊന്നും ഉണ്ടായിട്ടില്ലെന്നും ഒക്കെ പറയുന്നു. കാരണം പക്ഷേ ഒരു കാര്യമുണ്ട്, പണ്ട് നമ്മൾ ഈ നിപ്പ എന്ന് കേട്ട സമയത്ത് അന്ന് നമുക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലായിരുന്നു. പക്ഷെ നിപ്പ എന്താണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവർക്കും പേടിയുണ്ട്. അതേ പേടി ഇപ്പോഴും ഉണ്ട്. കാരണം ഈ പറയുന്ന കോഴിക്കോടെന്ന് പറയുന്നത് അങ്ങ് ദൂരെ അങ്ങ് ഉഗാണ്ടയിലൊന്നും അല്ലല്ലോ, നമ്മളും ഇവിടൊക്കെ തന്നെയല്ലേ ജീവിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും അതേ പേടിയുണ്ട്. നമ്മൾ പിന്നെ ആരിൽ നിന്നാണ് ഇതൊക്കെ അറിയേണ്ടത്? സത്യമാണ്, ഇത് പറഞ്ഞ വളരെ കറക്റ്റാണ്. കാരണം നമുക്ക് ഇൻഫർമേഷൻ തരികയും നമ്മളോട് നിങ്ങൾ ഭയക്കേണ്ടതില്ല, നിങ്ങൾ ഇരുന്നോളൂ, ഞങ്ങളൊപ്പമുണ്ട് എന്ന് പറയുന്ന ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു സംവിധാനമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. ദൗർഭാഗ്യവശാൽ നമുക്ക് അങ്ങനെ ഇല്ല എന്ന് നമുക്ക് കരുതേണ്ടി വരും. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഉദ്യോഗസ്ഥരും മന്ത്രിയും രണ്ട് വഴിക്കാണ് പോകുന്നത് ഈ കാര്യത്തിൽ. കാര്യം മന്ത്രി പറയുന്ന കണക്കല്ല ഉദ്യോഗസ്ഥർ പറയുന്നത്, ഉദ്യോഗസ്ഥർ പറയുന്ന കണക്കല്ല മന്ത്രി പറയുന്നത്. മന്ത്രിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ എത്രത്തോളം അവിടെ വ്യാപനം സംഭവിച്ചിട്ടുണ്ടെന്നോ എന്നതിനെക്കുറിച്ചൊന്നും യാതൊരു വിവരവുമില്ല, യാതൊരു അറിയിപ്പുമില്ല. ഒരു പക്ഷേ ഉദ്യോഗസ്ഥർ മന്ത്രിയെ അറിയിക്കാത്തതാണോ അല്ല ഉദ്യോഗസ്ഥരെടുക്ക് മന്ത്രി ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാത്തതാണോ എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും മന്ത്രി ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം, കഴിഞ്ഞ 10 വർഷം ഭരിച്ചിട്ടും പരാജയപ്പെട്ടതിൻ്റെ ഒരു ചുരുക്ക് തീർക്കുന്ന രീതിയിലാണ് ഈ ആരോപണങ്ങൾ എന്നാണ് പറയുന്നത്. ഇപ്പം കഴിഞ്ഞ 10 വർഷക്കാലം ഭരിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. ഈ ഭരിച്ച സാഹചര്യത്തിൽ ആരോഗ്യ മേഖലയിൽ ഈ 10 വർഷക്കാലം കൊണ്ട് എന്തൊക്കെ പ്രതിസന്ധികളാണ് ആരോഗ്യ മേഖലയ്ക്ക് ഉണ്ടായത് എന്നുള്ള കാര്യം ഈ പറയുന്ന ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ഒന്ന് പറഞ്ഞു തരണം. എന്തൊക്കെ പ്രതിസന്ധികൾ ആരോഗ്യ മേഖലയിൽ ഉണ്ടായി? ഇതാ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിപ വൈറസിൻ്റെ ആൻറ്റിവൈറൽ മെഡിസിൻ പോലും ലഭ്യമല്ല. മന്ത്രി പറയുന്നത് എന്താ, ഇന്ന് വൈകുന്നേരത്തോടു കൂടി ചിലപ്പോൾ എത്തിയേക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ നിപ ബാധയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ആൻറ്റിവൈറൽ മെഡിസിൻ പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ആശുപത്രികൾ മാറാൻ എന്താണ് കാരണം? അത് ജനങ്ങൾ അറിയണ്ടേ? ജനങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത്? ജനങ്ങൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇവിടുത്തെ സർക്കാരിനെ, ആരോഗ്യ വകുപ്പിനെ, ഇതിനെല്ലാമാണ് ജനം ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇപ്പം നമ്മളും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. ഇപ്പം വിദ്യ പറഞ്ഞ പോലെ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഉഗാണ്ടയിലൊന്നും അല്ല. ഈ കോഴിക്കോട് ടച്ച് ചെയ്തുകൊണ്ട് കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും ഒക്കെ മംഗലാപുരത്ത് നിന്നും ഒക്കെ ട്രെയിനുകൾ നമ്മുടെ നാട്ടിലൂടെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ഈ കോഴിക്കോട് നിന്ന് വരുന്ന യാത്രക്കാരൻ യാത്ര ചെയ്യുന്നുണ്ട്. കൊയിലാണ്ടിയിൽ നിന്നാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ കോഴിക്കോട് നിന്നാണെങ്കിലും വടകരയിൽ നിന്നാണെങ്കിലും ഒക്കെ ആൾക്കാർ ഇതിലേക്ക് ട്രാവൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം നിപ വ്യാപനം എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്പേസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഒന്നാമത് ഈ വവ്വാലിൻ്റെ പ്രജനന കാലഘട്ടമാണ് ഇപ്പോൾ. ആ പ്രജനന കാലഘട്ടത്തിലാണ് ഇതിൻ്റെ ഉമിനീരിൽ നിന്നാണ് പടരുന്നത് എന്നാണ് പൊതുവിൽ നമ്മളോടൊക്കെ അല്ലെങ്കിൽ ഇതിൽ നമ്മൾ പഠനങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം. അപ്പം ഇത് കടിച്ചതോ അല്ലാന്നുണ്ടെങ്കിൽ താഴെ വീണതുമായ ഫലങ്ങളൊന്നും അല്ലെങ്കിൽ പഴങ്ങളൊന്നും എടുത്ത് കഴിക്കരുതെന്നൊക്കെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ഈ രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രോട്ടോകോൾ ഇത്രയും ദിവസത്തിനകത്ത് ഏതെങ്കിലും പത്രമാധ്യമത്തിലൂടെ നിങ്ങളത് ചെയ്യാൻ പാടില്ല എന്ന് മന്ത്രി വന്നിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴും മന്ത്രിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെ മന്ത്രി പൊളിറ്റിക്കലായിട്ടാണ് നേരിടുന്നത്. പൊളിറ്റിക്കൽ അല്ല ഇവിടെ ആവശ്യം. ഈ പറയുന്ന പോലെ നമ്മൾ നോക്കിക്കോളൂ, നേരത്തെ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം അതിനകത്ത് പയറ്റി തെളിഞ്ഞ ഒരാളാണ്. എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് ജനങ്ങളെ തെളിയിച്ചു കൊടുത്ത ഒരാളാണ് ആ വിമർശനം ഉന്നയിക്കുന്ന പഴയ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്. കാണിച്ചു കൊടുത്തതാ, നിപ്പ വന്നാലും ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്ന ധൈര്യം കൊടുത്തുകൊണ്ട് മുന്നിൽ നിന്ന് നയിച്ച ഒരു നേതാവാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ ആ മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് വിമർശനം ഉന്നയിച്ചാൽ അത് അംഗീകരിക്കാൻ കഴിയണം. കാര്യം കേരളത്തിൽ 2018 നിപ വൈറസ് ആദ്യമായിട്ട് ഡിറ്റക്ട് ചെയ്യുന്നത്. അതും ഈ പറയുന്ന പോലെ അത് എവിടെ നിന്ന് വന്നു, എങ്ങനെ സംഭവിച്ചു, ഇതെന്താ സാധനം, ഇങ്ങനെ ഒരു പനി വരുന്നു, ആൾക്കാർക്ക് പെട്ടെന്ന് ക്ഷീണം ഉണ്ടാകുന്നു, മരണത്തിലേക്ക് പോകുന്നു, ഇതെന്താ സാധനം ഒന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. ഇത് ഏറ്റവും വലിയ ടാസ്ക് ആയിരുന്നു. അത് കണ്ടുപിടിച്ചിട്ട് ഇന്ന് നിപ്പ എന്ന് പറയാൻ ഇന്നത്തെ ആരോഗ്യമന്ത്രിയെ പ്രാപ്തനാക്കിയത് ഈ പറയുന്ന 10 കൊല്ലം ഭരിച്ചവർ തന്നെയാണ്. അത് നിപ്പയാണ്
എന്ന് ആദ്യമേ പറഞ്ഞു തന്നു കെ മുരളീധരൻ എന്ന് പറയുന്ന നമ്മുടെ ഇന്നത്തെ ആരോഗ്യമന്ത്രിയോട്. അല്ലെങ്കിൽ ഇന്ന് ഈ ആരോഗ്യമന്ത്രി കിടന്ന് തപ്പും എന്താ ഈ രോഗം, വേറെ പേരും എല്ലാം കണ്ടുപിടിച്ചോണ്ട് വരും. അപ്പൊ ഇത് നിപ്പ വൈറസിൽ നിന്നുണ്ടാകുന്നതാണ് എന്ന് അവരെ കണ്ടുപിടിച്ച് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നത്. ഇനിയും അതിന് എന്തൊക്കെ റെമഡീസ് എടുക്കാം, അല്ലെങ്കിൽ അതിനെ എങ്ങനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതിനൊരു പ്രോട്ടോകോൾ വരെ ഉണ്ടാക്കി മുന്നിൽ വെച്ച് തന്നിട്ടുണ്ട്. ആര്? ശൈലജ ടീച്ചറിനെ പോലെ, പിന്നെ വീണ ജോർജിനെ പോലെ, പിണറായി വിജയനെ പോലുള്ള മുൻ മന്ത്രിമാർ ഇതാ പ്രോട്ടോകോൾ ഉണ്ടാക്കി കൈ വെച്ചു. നിങ്ങൾ നോക്ക്, നിങ്ങൾ ഇനി ഇതങ്ങ് പാലിച്ചാൽ മതി, ഇതാണ് പറയുന്നത്. എന്നാൽ ഇവിടെ എന്താ, അതുപോലും ചെയ്യാൻ പറ്റുന്നില്ല. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഒരാളുടെ രോഗം വന്നത്, അല്ലെങ്കിൽ അയാളുടെ പരിശോധനാ ഫലം ഇവിടെ വന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള കാര്യം പോലും ഇന്നത്തെ മന്ത്രിക്ക് അറിയില്ല. ഇത് അതിൻ്റെ ഒരു പ്രതിസന്ധിയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയോളൂ. അതുണ്ടാക്കാൻ പോകുന്ന, ജനങ്ങളിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ആശങ്ക എത്രത്തോളം വലുതാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനെ പൊളിറ്റിക്കലായിട്ടല്ല കാണേണ്ടിയിരിക്കുന്നത്. സത്യത്തിൽ ഇവിടെ കെ മുരളീധരൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിനെ പൊളിറ്റിക്കലായി കാണുന്നു എന്നുള്ളതാണ്, രാഷ്ട്രീയമായി മാത്രം അതിനെ കാണുന്നു എന്നുള്ളതാണ്. ഇവിടെ ജനങ്ങളുടെ ലൈഫാണ്. ഈ പറയുന്ന ആൾ റവന്യൂ മന്ത്രിയെ ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്, കോഴിക്കോട്. എന്താ, ഈ മന്ത്രിയല്ലേ അവിടെ പോകേണ്ടത്? ആരോഗ്യവകുപ്പ് മന്ത്രിയല്ലേ പോയിട്ട് അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യേണ്ടത്? അത് ഇതുവരെ ചെയ്തിട്ടുണ്ടോ? ഞാൻ പോകും, നാളെ പോകും. പകരം റവന്യൂ മന്ത്രിയെ കാര്യങ്ങളെല്ലാം അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. റവന്യൂ മന്ത്രി ആരാ? റവന്യൂ മന്ത്രിക്ക് ആരോഗ്യവകുപ്പായിട്ട് എന്താ ബന്ധം? പുള്ളി റവന്യൂ കാര്യങ്ങൾ നോക്കുന്നതാണ്. അദ്ദേഹത്തിനെ കണക്ട് ചെയ്യാൻ പറ്റാൻ ജില്ലാ കളക്ടർ വരെ മാത്രമാണ്. ജില്ലാ കളക്ടർ വേണം പിന്നെ പോയിട്ട് ഈ മെഡിക്കൽ ഉദ്യോഗസ്ഥരെയൊക്കെ കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ. അപ്പോൾ ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉഗാണ്ടയിലല്ല, ആൾക്കാർ പരസ്പരം യാത്ര ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത് എവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ പ്രതിസന്ധിയുള്ളത്? കണ്ടെയ്ൻമെന്റ് സോൺ എന്നും പറഞ്ഞുകൊണ്ടൊരു സോണുണ്ട്. നമ്മളിത് നേരത്തെ നിപ്പ ബാധിച്ച സമയത്ത്, നിപ്പ ഈ കോഴിക്കോട്, പേരാമ്പ്ര, ബാലുശ്ശേരി ഭാഗങ്ങളിലൊക്കെ നിപ്പ വൈറസിനെ കണ്ട സാഹചര്യത്തിൽ അന്ന് ഏർപ്പെടുത്തിയ ഒരു വേർഡാണ് കണ്ടെയ്ൻമെന്റ് സോൺ എന്ന് പറഞ്ഞാൽ. ഒരു പ്രത്യേക ആൾക്കാരെ അവിടെ നിന്ന് പുറത്തേക്ക് പോകാനും അതിൽ നിന്ന് അവിടേക്ക് എത്തിച്ചേരാനും ആൾക്കാരെ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്ന രീതിയിലാണ് അങ്ങനെ ഒരു സോൺ ഉണ്ടാക്കുന്നു. അപ്പോൾ ആ സോണിൽപ്പെട്ട ആൾക്കാർ പുറത്തേക്ക് പോകാൻ പാടില്ല, ആ സോണിലേക്ക് പുറത്തു നിന്നാലും പ്രവേശിക്കാനും പാടില്ല. ഇതൊരു തീരുമാനമാക്കിക്കൊണ്ട് ഒരു പ്രോട്ടോകോൾ ഫിക്സ് ചെയ്യണം. അത് ഇതുവരെ ചെയ്തിട്ടുണ്ടോ? പിന്നെ രോഗം ബാധിച്ച ആളുടെ സ്ഥലം എവിടെയാണ്, അയാളുടെ സമ്പർക്കം എവിടെയൊക്കെയുണ്ട്, അയാൾ ഏതെല്ലാം സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, ഇതൊക്കെ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ കണ്ടെയ്ൻമെന്റ് അതുപോലും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ കണ്ടെയ്ൻമെന്റ് സോൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന വൈഡ് സ്പ്രെഡ് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഒഴിവാക്കാം. അതായത് അവിടെ നിന്ന് ഒരാൾ, കണ്ടെയ്ൻമെന്റ് സോണിൽപ്പെട്ട ഒരാൾ ട്രെയിൻ കയറി തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. തിരുവനന്തപുരത്തേക്ക് എത്തിക്കഴിയുമ്പോൾ ആ ആൾ ഇവിടെ വന്നിറങ്ങി ബാക്കിയുള്ളവരോട് സമ്പർക്കത്തിലാവുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് എവിടേക്കും കൂടെ വ്യാപിക്കും? തിരുവനന്തപുരത്ത് കൂടി ബാധിക്കും. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ടെയ്ൻമെന്റ് സോൺ എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ഇപ്പം ഇതിൻ്റെ ഒരു ഭീതികരമായ ഒരു അവസ്ഥ ഏകദേശം ഒരു 1 വീക്കായിട്ട് നമ്മളിത് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ആഴ്ചക്കകത്ത് മന്ത്രി അങ്ങനെ ഏതെങ്കിലും ഒരു നീക്കം നടത്തിയായിട്ട് നമുക്കറിയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് ആരാണ് ശരിക്കും? ഇതൊക്കെ ആരാണ്? ഇപ്പം ശൈലജ ടീച്ചർക്ക് പറ്റുമോ വന്നിട്ട് അവിടുത്തെ മെഡിക്കൽ ഉദ്യോഗസ്ഥരോട് പറയാൻ പറ്റുമോ നിങ്ങളത് ചെയ്യണം എന്ന്? ശൈലജ ടീച്ചറിന് അറിയാം, പറയാൻ പറ്റുമോ? അവർ ഇന്ന ആളെയൊക്കെ ഇന്ന സ്ഥലത്തൊക്കെ ഐസൊലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് ക്വാറന്റൈൻ കൊടുക്കണം. ഇത് ശൈലജ ടീച്ചറിനെ കൊണ്ടോ, വീണ ജോർജിനെ കൊണ്ടോ, പിണറായി വിജയനെ കൊണ്ടോ ഇപ്പൊ പറയാൻ പറ്റുന്ന കാര്യമാണോ? അല്ല. അത് ചെയ്യേണ്ടത് മന്ത്രിയാണ്. പക്ഷെ ഇപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ചില സംശയങ്ങളുണ്ട്. അതായത് നമുക്ക് അറിയാം, ഈ ഒരു മാസം സമയം എടുത്തു നോക്കൂ. കഴിഞ്ഞ ഒരു 10 വർഷ കാലയളവിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ആരോഗ്യരംഗത്തെ അനാസ്ഥകളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. കേരളത്തിൽ ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനകം എത്ര അനാസ്ഥകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്? ആരോഗ്യ മേഖലയിൽ അനാസ്ഥ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എത്രയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്? വളരെ കുറച്ച് മാത്രമാണ്. പക്ഷേ അതിൽ കൂടുതൽ, അല്ലെങ്കിൽ ആ 10 വർഷം ഉണ്ടായ അതിനോട് അല്ലെങ്കിൽ അതിൻ്റെ പകുതിയെങ്കിലും ഒരു മാസം കൊണ്ടുണ്ടായി നമ്മുടെ കേരളത്തിൽ. ഒരു മാസം കൊണ്ട് എന്തൊക്കെയാണ്? കാല് മുറിച്ച് കാലിൽ മരത്തടി വെച്ച് തുന്നുന്നു, 2 കാലിൽ പുഴുവരിക്കുന്നു, ഞരമ്പ് മുറിക്കുന്നു, നവജാത ശിശുവിൻ്റെ കയ്യിൽ അസ്ഥി ഒടിയുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളാ! ഇത്രയും ഈ പറയുന്ന ഒരു കാലത്തിനിടയ്ക്ക് 10 വർഷത്തിനകത്ത് ഉണ്ടായതിൻ്റെ പകുതി ഉണ്ടായാൽ പോലും ഒരു മാസം കൊണ്ട് അത് ആരോഗ്യ മേഖലയ്ക്കുണ്ടായ കനത്ത തിരിച്ചടിയാണെന്നേ. ആദ്യം അത് മനസ്സിലാക്കണം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ലേ, നമുക്ക് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിലേക്ക് കോടിക്കണക്കിന് ശതകോടികൾ നിക്ഷേപിച്ചിട്ട് മാറിയിരിക്കുന്ന അമേരിക്കൻ കമ്പനികളുണ്ട്. അവർക്കാർക്കും ഈ ആരോഗ്യ മേഖലയായിട്ട് യാതൊരു ബന്ധവുമില്ല. എല്ലാം റിയൽ എസ്റ്റേറ്റുകാരാണ്. അവർ കേരളത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ മുതൽ മുടക്കിയിട്ട് ഇരിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ ഇവിടെ ഇലക്ട്രൽ ബോണ്ട് നൽകിയിരിക്കുന്ന മെഡിക്കൽ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുണ്ട്. എന്തിനായിരിക്കാം ഇത് സംഭവിച്ചിട്ടുണ്ടാകുക? ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി എന്തിനാണ് കേരളത്തിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മുതൽ മുടക്കുന്നത്? അതോടൊപ്പം നമ്മുടെ ഈ ഒരു മാസം കൊണ്ട് നമ്മുടെ പൊതു ആരോഗ്യ രംഗം, നമ്മുടെ
പൊതുജനാരോഗ്യ രംഗം എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ പബ്ലിക് ഹെൽത്ത് സെക്ടർ തകരുന്ന ഒരു തകർച്ചയുടെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. രോഗികൾക്ക് ഇമാതിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ അലംഭാവം നമ്മുടെ ആരോഗ്യ മേഖലയിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്തായിരിക്കാം അതിൻ്റെ ഒരു യഥാർത്ഥ കാരണം? ഒരു പക്ഷേ ഈ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് സ്വകാര്യ മേഖലയ്ക്ക് വളരാൻ വേണ്ടിയും നമ്മുടെ പൊതുജനാരോഗ്യ രംഗം, നമ്മുടെ പബ്ലിക് ഹെൽത്ത് സെക്ടർ തകരാൻ വേണ്ടിയിട്ട് എവിടേക്കോ നടത്തുന്ന ചില ഗൂഢാലോചനയുടെ ഫലമാണ് എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. അങ്ങനെ ഒരു സംശയം കൂടെ മലയാളിക്ക് ഉണ്ടാകുന്ന തരത്തിലാണ് ഈ ഒരു മാസത്തെ ആരോഗ്യ മേഖലയുടെ പ്രവർത്തനം താളം തെറ്റിയിരിക്കുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇതുവരെ നമ്മൾ വീണ ജോർജിനെ എല്ലാവരും കുറ്റം പറഞ്ഞു. വീണ ജോർജ് ഇവിടുത്തെ കേരളം കണ്ടതിൽ ഏറ്റവും മോശപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയാണെന്ന് വരെ പറഞ്ഞു വരുത്തിയ ആൾക്കാരാണ് UDF ഉള്ളവർ. അല്ലെ, എന്നിട്ട് കൂടി അവരെന്താ ചെയ്ത ഒരു മാസം കൊണ്ട്? അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവർ 2 പോസ്റ്റിംഗ് നടത്തി, 2ഉം വിവാദമായി, അതങ്ങ് മാറി. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എവിടേക്കോ എന്തൊക്കെയോ ചില ഗൂഢാലോചന നടക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഗൂഢാലോചന നിങ്ങൾ നടത്തിക്കൊള്ളൂ, അത് പ്രശ്നമൊന്നുമില്ല. നമ്മുടെ കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗം വളരെ മോശമാണ് എന്നുള്ള ഗൂഢാലോചനയെ വ്യാപകമായ ഒരു പ്രതീതിയോ നിങ്ങൾ സൃഷ്ടിച്ചോളൂ. പക്ഷേ ഈ സമയത്തായിരിക്കരുത് എന്നുള്ളതാണ്. കാരണം നമ്മുടെ കേരളം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ്. ഷിഗല്ല പോലെ ഒരു ബാക്ടീരിയ നമ്മുടെ നാട്ടിലെ കുട്ടികളെ അടക്കം ഗ്രസിച്ചിരിക്കുന്നു. ഈ പറയുന്ന നിപ പോലെയുള്ള ഒരു വൈറസിന്റെ ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങിയ മാരകമായ മറ്റു പനികളും നമ്മുടെ കേരളത്തിലേക്ക് ദിവസം 13,000-ഓളം വരുന്ന രോഗികളാണ് ഒരു ദിവസം നമ്മുടെ ആശുപത്രിയിലേക്ക് പനി എന്നുള്ള നിലയിലേക്ക് അവരെ എത്തുന്നത്. അവരെ തരംതിരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഏതൊക്കെ പനികളാണ് എന്ന് തിരിച്ചറിയാനോ അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനോ നമ്മുടെ ആരോഗ്യരംഗത്ത് ഇന്ന് മതിയായ ഫെസിലിറ്റീസ് ഇല്ല എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, നിപയുടെ ആൻറ്റി വൈറൽ മെഡിസിൻ പോലും നമുക്ക് അവൈലബിൾ അല്ല നമ്മുടെ കേരളത്തിൽ. എന്താണ് നമ്മൾ? അപ്പം അതാണ് പറയുന്നത്, നമ്മുടെ പൊതുജനങ്ങളുടെ ലൈഫ് വെച്ചിട്ട് ഒരിക്കലും രാഷ്ട്രീയമോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്വന്തം അജണ്ടകളോ നടപ്പിലാക്കാൻ ശ്രമിക്കരുത് എന്നൊരു അപേക്ഷ കൂടി നമ്മുടെ മന്ത്രിമാരോടും ഉദ്യോഗസ്ഥന്മാരോടും ഒക്കെ ഉണ്ട്.